നമുക്ക് എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിലൊരു കാർ ചേസിംഗ് സീൻ ഉണ്ട്. ഇതിലൊരു കാർ ചേസിംഗ് സീൻ നമ്മള് പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് മമ്മൂക്ക ലാലേട്ടന്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനിനകത്ത്. അപ്പൊ ആ ഒരു സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിന്റെ കഥകൾ. ലാലേട്ടന്റെ കാലിലാണ് മമ്മൂക്ക ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് കാർ ചേസിംഗ് സീനിനകത്തെ ഈ ഡോർ സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമർ ഇങ്ങനെ വന്നിരുന്നു. പുള്ളി ഊന്നുവടി വെച്ചിരിക്കുക. പുള്ളിയാണ് ഊന്നുവടി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം? ആ ഒരു ഫൈറ്റ് സീൻ, അതായത് ആ ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേസിംഗ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചന. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശന, പുള്ളിയുടെ കാലം പോയി. അപ്പൊ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോയിസം കാണിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കുക എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. ഞങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. സത്യം ചോദിച്ചു നോക്കാം. പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം, മഹേഷ് മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമുക്കൊരു മഹാനായ നടനാണ് നമ്മൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയതാണ്, അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. അപ്പൊ ഈ ട്രെയിലറിന്റെ അവസാനം മമ്മൂക്ക പറയുന്നുണ്ട് ഞാനൊരു പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാളൊരു വലിയ ദേശസ്നേഹിയാണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ടു തീരുമ്പം മനസ്സിലാക്കണം വെദർ ഈസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകരാണ്. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നത് നമുക്ക് സിനിമ കാണിച്ചു. ഒരു മറുചോദ്യമായി അങ്ങോട്ട് തന്നു. സമയമുള്ളതുകൊണ്ടാണ്, എന്നോട് തോന്നരുത്. ഇനി ആക്ച്വലി സ്പീക്കിംഗ് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ഹാൻസം ഗൈ. മമ്മൂക്കയുടെ വാമ്പയർ വരുമെന്ന് ഇവിടെ പേടിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞെട്ടിക്കും. ഹോളിവുഡിലെ ഹ്യൂ ജാക്ക്മാൻ ഞെട്ടിപ്പോണം. പുള്ളി ചേർന്നില്ല എന്റെ മൂവി നമ്മളൊക്കെ. അതിന് നിങ്ങൾ ഹോളിവുഡ് വരെ പോകണ്ട, നമുക്ക് ഇവിടെ കൂടെ തന്നെ തീർക്കാം. പിന്നെ ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് എവിടെ പോവാൻ? അപ്പൊ ലോകയില് ഞാൻ പറ്റിക്കും. കഴിഞ്ഞൊന്നുമില്ലേ? അത്ര കാര്യത്തിനോ ചോദ്യങ്ങളില്ല. ചോദിച്ചെന്ന് പറഞ്ഞ ചോദ്യം കൊണ്ട് തന്നെ അറിയില്ലേ? 1-2 കൂടെ ആവും, അല്ലെങ്കിൽ വെളിപ്പായിക്കോട്ടെ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ. ഇന്ത്യ മൊത്തത്തിലുള്ളവര് പുള്ളിയുടെ ആക്ടിങ്ങിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക ആണെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിലും, ഫാഫ കംബാക്ക് നടത്തിയപ്പോ, റീഎൻട്രി നടത്തിയപ്പോൾ മമ്മൂക്ക ചാപ്പാക്കുരിശിലെ ഫസ്റ്റ് ഷോട്ട് എന്തോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ സംഭവം ചെക്കൻ കാലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം ഫഹദ് ഫാസിലായിട്ട് ഈ സിനിമയിൽ 2 ലെജൻസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മള് 2ാമത്തെ സിനിമ 3ാമത്തെ സിനിമ കിട്ടിയ. ഓക്കെ, അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ടും നമ്മൾ കണ്ടും വളർന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നവരേ ഉള്ളൂ. നമ്മള് കൈവിട്ട് പോകില്ല അവര്. മമ്മൂക്ക ഒരു ചോദ്യം ഇവിടെ. മമ്മൂക്ക പറഞ്ഞ, അതായത് അഭിമുഖങ്ങളെ കേട്ടിട്ടുണ്ട് ഇവിടെ, കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇനിയും അഭിനയിച്ച് കൊതി മാറിയിട്ടില്ല. അഭിനയിച്ച് നിങ്ങളാണ് എന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഒരുപാട് ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ 2 പേരെയും വെച്ചൊരു സിനിമ ചെയ്യണം
ഒരു എന്താ പറയുക, ഒരുപാട് സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അല്ല മോഹൻലാൽ എന്നൊരു ഒരു ഇത് മിത്തുണ്ട്. അപ്പം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഥാപാത്രം ഉണ്ടോ എന്ന് സംശയമാണ്. മമ്മൂക്ക എത്രത്തോളം എനിക്ക് സംശയമൊന്നുമില്ല, ഉണ്ട്. ഞാനിന്ന് ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. ഞാനൊരു യൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് മീറ്റ് കണ്ടു. ഒരുപാട് പിള്ളേർ സംസാരിച്ചു. അതിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവന് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു. ഞാൻ സിനിമയിൽ നന്നാവില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടൂല, എൻ്റെ അച്ഛൻ നീ എന്തിനാണ് വെറുതെ പോകുന്നത്, നിന്നെ കളിയാക്കാനാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾക്ക് ഈ സിനിമയിൽ ചാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഇമോഷണൽ ആയി പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മൊമെന്റേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിനിമ വന്നതിന് ശേഷം സിനിമയിലുണ്ടെന്നറിയുന്ന കാലത്ത് സിനിമ അഭിനയം തുടങ്ങിയില്ല. ആ എക്സൈറ്റ്മെന്റ്, ആ ആർത്തി, ആ ആഗ്രഹം, ആ ചെറുക്കിനോട് ഇത്രത്തോളം ആഗ്രഹമുണ്ടോ അതിപ്പോഴും എനിക്കുണ്ട്. നമുക്ക് ആ ഒരു നോട്ടിൽ അവസാനിപ്പിക്കാൻ. മമ്മൂക്ക പറഞ്ഞ ആ ഒരു വാക്ക് ഞാനും പോലെ കടമെടുക്കാണ്. മമ്മൂക്കയ്ക്ക് എത്രത്തോളം ആഗ്രഹവും ആർത്തിയും ഒക്കെ അഭിനയിക്കാനുണ്ടോ അത്രത്തോളം, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഇരട്ടി ആഗ്രഹവും ആർത്തിയും ഒക്കെ മമ്മൂക്കയെ സ്ക്രീനിൽ അഭിനയിച്ച് കാണാൻ ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അതിനി തുടർന്നുകൊണ്ടേ ഇരിക്കും, തുടരട്ടെ. എന്റെ മുതൽ മുടക്ക് നടത്തുമ്പോൾ ഒരുപാട് ചിന്തകൾ ഉണ്ടാവില്ല. അതിൽ എന്തിനാണ് ഏറ്റവും അധികം സ്വയം കോൺഫിഡൻസ് നൽകുന്നത്? ശരിക്കും പറയാൻ സുഹൃത്ത് ആൻഡ്രോ ജോസഫാണ് ഇതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചത്. പിന്നെ ഇതൊരു ജീവിതത്തിലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം മമ്മൂക്ക ലാലേട്ടനൊക്കെ ഒരുമിച്ച് അവതരിപ്പിക്കുന്നത്. മമ്മൂക്ക പിന്നെ ഞങ്ങളുടെ ഒരു അംബാസഡറും കൂടിയാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പടത്തിലേക്ക് ഒന്ന് കാലുവെക്കാൻ പോയത് തന്നെ വളരെ വലിയ ഭാഗ്യമായിട്ടും കാണുന്നു. അത് തന്നെയാണ്. മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാവും എന്ന് ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് പ്രവേശനം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. ഞങ്ങൾ 3 പേര് ഇപ്പോൾ ഇതിനകത്ത് പ്രൊഡ്യൂസർമാരുണ്ട്. ഞങ്ങളുടെ അമരക്കാരനായ ആൻഡ്രോ ജോസഫ് കഴിഞ്ഞ 1.5 വർഷമായി ഈ സിനിമയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഈ സീറ്റിൽ വന്നിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വിഷമബോധം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് വന്നത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. ഞാൻ പാട്രിയോട്ടിന്റെ സെറ്റിൽ തന്നെ മമ്മൂക്കയെ കാണാൻ വേണ്ടി ചെന്നതാണ് ഒരു ദിവസം. അപ്പോ ഷൂട്ട് ചെയ്യുന്നതിന്റെ സമയത്ത് തന്നെ മഹേഷ് ചേട്ടൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. ഞാനെന്താ ഇവിടെ ചോദിച്ചു. ഞാൻ മമ്മൂക്കയെ കാണാൻ വന്ന ആ ശരി എന്ന് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഹേഷ് ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു, എനിക്കൊരു ചെറിയ ക്യാരക്ടർ ഉണ്ടെന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടാ നോക്കാലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അടുത്ത വർക്കിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ കൂടെയും ആൻഡ്രോ ചേട്ടന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആൻഡ്രോ ചേട്ടൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ മഹേഷ് ആ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെയ്ത ക്യാരക്ടർ പോലെ പർട്ടിക്കുലർ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു അതവിടെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് പിന്നൊന്നും അതിൽ നോക്കേണ്ടി വന്നില്ല. ലൈക്ക് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് മമ്മൂക്കയുടെ ലാലേട്ടന്റെ കൂടെയാണ്. വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ബട്ട് താങ്ക് യു സോ മച്ച് മഹേഷ് ചേട്ടാ എന്നെ വിളിച്ചതിലും. ചെറുതാണെങ്കിലും അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഏതൊരു ക്യാരക്ടറിനും റൈറ്ററും ഡയറക്ടറും അല്ലെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. പ്രൊഡ്യൂസറിനോടാണ്